പേരാമ്പ്ര കാർ തീപിടുത്ത കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ. സോന പെട്രോൾ വാങ്ങിയതായി പോലീസ് സ്ഥിരീകരണം. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിനു തീപിടിച്ച് ഗർഭിണിയായ സോന 27 മരിച്ച സംഭവത്തിൽ വൻ വഴിത്തിരിവ്. ഈ അപകടം യാദൃഷ്ടികമല്ലെന്നും തീപിടുത്തം ആസൂത്രിതമാണെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. വാഹനത്തിന് തകരാറുകളില്ല. ഷോർട്ട് സർക്യൂട്ടോ എഞ്ചിൻ ഭാഗത്തെ തകരാറോ ഇന്ധന ടാങ്കിലെ ചോർച്ചയോ അല്ല തീപിടുത്തത്തിന് കാരണമായതെന്ന് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. കാറിന്റെ പിൻഭാഗത്തു നിന്നാണ് തീ പടർന്നതെന്നും കാറിനുള്ളിൽ പെട്രോളിന്റെ സാന്നിധ്യമുണ്ടായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു സ്ത്രീ പമ്പിൽ നിന്ന് കന്നാസിൽ പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ മരിച്ച സോന തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സോനയുടെ മരണത്തിൽ ഭർത്താവ് രജിൻലാലിന് പങ്കുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിവാഹത്തിനു മുൻപും ശേഷവും ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ബോധപൂർവം സോനയെ കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തി അപകടം വരുത്തിയതാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. അപകട സമയത്ത് കാറിന്റെ പുറകിലെ ഡോറുകൾ ലോക്കായ അവസ്ഥയിലായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലായിരുന്ന ഭർത്താവ് രജിൻലാൽ രക്ഷപ്പെട്ടെങ്കിലും സോനയ്ക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. നിലവിൽ 60% പൊള്ളലേറ്റ ഭർത്താവ് രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇയാളുടെ ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം വിശദമായ മൊഴിയെടുക്കാനാണ് പോലീസ് തീരുമാനം. പോസ്റ്റ്മോർട്ടം ഫോറൻസിക് റിപ്പോർട്ടുകൾ പൂർണ്ണമായി ലഭിച്ച ശേഷം കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഫോളോ us more videos.